ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പഴങ്ങൾ നമ്മൾ ദിവസവും കഴിക്കാറുണ്ട്. ആപ്പിൾ, മുന്തിരി, തണ്ണിമത്തൻ. ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് അങ്ങനെ കുറേ പഴങ്ങൾ നിങ്ങൾ കഴിക്കാറുണ്ട്. പഴങ്ങൾ നല്ലതാണ്, പക്ഷേ തോന്നുന്ന സമയത്തെല്ലാം അത് കഴിക്കരുത്. എന്തെന്നാൽ വിറ്റാമിനുകളുടെയും ഫൈബറിൻ്റെയും സമൃദ്ധമായ സാന്നിധ്യം, ഒപ്പം നാച്ചുറൽ ഷുഗറും പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. പഴങ്ങൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താൻ കാരണങ്ങൾ കൂടുതലാണ്. എന്നാൽ തോന്നുന്ന സമയത്തെല്ലാം പഴങ്ങൾ കഴിക്കാമോ? അങ്ങനെ കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? പഴങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണെങ്കിലും അത് തോന്നുന്ന സമയത്ത് കഴിക്കുന്നത് ദോഷകരമാണെന്ന് പറയുന്നു. പഴങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത ചില സമയങ്ങളുണ്ട്. അത് ഏതൊക്കെ എന്ന് ഞാൻ പറയാം. വെറും വയറ്റിൽ പഴങ്ങൾ കഴിക്കരുത്. കാരണം രക്തത്തിലെ പഞ്ചസാരയുടെ നിലയിൽ അസന്തുലിതാവസ്ഥയുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ വെറും വയറ്റിൽ പഴങ്ങൾ മാത്രം കഴിക്കരുത്. ഷുഗർ നില പൊടുന്നനെ ഉയരാനും താഴാനും സാധിക്കും. ഇത് തളർച്ച അനുഭവപ്പെടാനും വേഗം വിശക്കാനും കാരണമാകും. ഭാരം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായാണ് കാലത്ത് വെറും വയറ്റിൽ പഴങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഇത് ഉദ്ദേശിച്ച ഫലം തരില്ല. വയർ നിറയെ ഭക്ഷണം കഴിച്ച ശേഷം പഴങ്ങൾ കഴിക്കുന്നവരുമുണ്ടാകാം. ചെറിയൊരു ആശ്വാസം എന്ന നിലയ്ക്ക് ചെയ്യുന്നതാണെങ്കിലും ഇതും ആരോഗ്യകരമായ ഒരു ശീലമല്ല. കാരണം പ്രോട്ടീനുകളെയും കൊഴുപ്പിനെയും അപേക്ഷിച്ച് പഴം വേഗം ദഹിക്കും. വയറു നിറയെ ഭക്ഷണം കഴിച്ച ശേഷം പഴങ്ങൾ കഴിക്കുന്നത് ഗ്യാസിനും അസ്വസ്ഥതയ്ക്കും വഴിവെക്കുന്നു. അതുപോലെ തന്നെ രാത്രി വിശപ്പ് തോന്നുന്ന പക്ഷം പഴങ്ങളെ ആശ്രയിക്കുന്നവരാണ് പല ആൾക്കാരും. എന്നാൽ ഇതും അത്ര നല്ലതല്ല. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് പഴങ്ങൾ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും. അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. വയറ്റിൽ ഗ്യാസ് രൂപപ്പെടുന്നത് കൂടാതെ ത്വക്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ പഴങ്ങൾ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ നില ഉയരാൻ കാരണമാകും. മാത്രമല്ല അത് നമ്മുടെ ഉറക്കത്തെയും ബാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.